കാരണം സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന, വലിയ മനുഷ്യാവകാശത്തെ പറയുന്നവർ ആരും തന്നെ തൊട്ടടുത്ത് നടക്കുന്ന ബംഗ്ലാദേശിലെ ഈ പീഡനങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ആ ഒരു സമൂഹ മനസ്സിനെ രൂപപ്പെടുത്താനുള്ള മാധ്യമ ശ്രമങ്ങളും നമ്മൾ കാണുന്നില്ല. കാരണം നമ്മുടെ റഡാറുകളൊക്കെ ദൂരത്തേക്ക് മാത്രം വെച്ചതാണ്. അടുത്തുള്ള പ്രശ്നങ്ങളെ കാണാൻ അവയ്ക്ക് ശക്തിയില്ല. അതുണ്ടാക്കി തീർക്കുന്ന, അതല്ലെങ്കിൽ അതിന് കാരണമായി നിന്ന ആ സമൂഹ മനസ്സിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എല്ലാത്തിനെയും നോക്കിക്കാണുകയും മനുഷ്യത്വം എന്നൊന്നിനെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന, ഒന്ന് കഴിഞ്ഞൊന്നായി വിഭജനങ്ങൾ ആവശ്യപ്പെടുന്ന ആ ശക്തികൾ ഇവിടെ ശക്തിമത്തായി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. വേണ്ടതുപോലെ കാണുന്നില്ലെങ്കിൽ വിഭജനങ്ങളുടെ ആവർത്തനം ഇനിയും തുടരും. ഇപ്പം നമ്മൾ കണ്ടു, ബംഗ്ലാദേശിൽ നടന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പം സിറിയയിൽ നമ്മൾ കണ്ടത്. അത് മറ്റൊരു ഭാവം. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ വിഭജനങ്ങൾ വരും. ഓരോ വിഭജനം നടക്കുമ്പോഴും അവിടെ ഒരു ഭാഗത്ത് വിഭജനം ചെയ്യുന്നവൻ മനുഷ്യാവകാശത്തിന് വേണ്ടി കേഴും, മറ്റൊരു ഭാഗത്ത് ഇരയായി തുണ്ടം തുണ്ടമായി ഛേദിക്കപ്പെടുന്നവരോ അവര് അറിയപ്പെടുകയോ പരിഗണിക്കപ്പെടുകയോ പോലുമില്ല. ഈ ഒരു ദുരവസ്ഥയെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചേതന ഉയരട്ടെ. ഇവിടെ താൽക്കാലിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ നാളെ തങ്ങളുടെ സമൂലമായ നാശത്തിലേക്കാണ് തങ്ങൾ വഴിവെക്കുന്നതെന്ന് വിശേഷിച്ച് മാധ്യമങ്ങളായാലും കൊള്ളാം, രാഷ്ട്രീയ പ്രവർത്തകരായാലും കൊള്ളാം, സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവരായാലും കൊള്ളാം, മനസ്സിലാക്കിയില്ലെങ്കിൽ അത്യാപത്കരമാണെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായൊരു വീഡിയോ, ചെറിയൊരു ക്ലിപ്പിംഗ് കാണാനിടയായി. കോഴിക്കോട് ജില്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോഴും ആണോ എന്നറിയില്ല, മോഹനൻ മാസ്റ്ററുടേതാണ്. അദ്ദേഹം അതിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ഓരോ ഗ്രാമത്തിലും തന്നെ വ്യായാമം എന്ന് പറഞ്ഞ് രാവിലെ ഒത്തുകൂടുന്ന ജനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വളരെ പരമാർത്ഥമാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ പരമാണ്. ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മാത്രം നിങ്ങൾ രാവിലെകളിലൊന്ന് സഞ്ചരിക്കൂ. നിത്യവും പല പ്രഭാഷണങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുന്ന എനിക്ക് അസലായിട്ട് അറിയാം. 100-150 പേര് യൂണിഫോം ഇട്ടിട്ട് ഒത്തുകൂടുകയാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഒഴിഞ്ഞ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് വെട്ടി നിരത്തി വൃത്തിയാക്കി അവിടെ 120-150ഓളം പേര്, അത് നടുക്കൊരു മറയിട്ട്, ഒരു ഭാഗത്ത് പുരുഷന്മാർ മറ്റൊരു ഭാഗത്ത് സ്ത്രീകളാണ്. രാവിലെകളിൽ ആർക്ക് വേണമെങ്കിൽ പോയി നോക്കാം പറയുന്നത് അസത്യമാണോ അല്ലയോ എന്ന്. ഈ നാളെയിലേക്ക് മുറിക്കാനുള്ള പദ്ധതികൾ ഓരോരിടത്തും നടക്കുകയാണ്. 1980കളിൽ കാശ്മീരിലെ സമൂഹത്തോട് അറിവുള്ളവർ ബോധിപ്പിച്ചു, അപകടമാണ് വരാൻ പോകുന്നത്. അന്നവർ പറഞ്ഞു, ഭായി ഒരു പ്രശ്നവും ഇല്ല. 1992 എന്ത് സംഭവിച്ചു നമുക്കറിയാം. രക്തം വാർന്നൊഴുകുന്ന ശരീരവുമായുള്ള മകളെ എടുത്ത് അഭയാർത്ഥിയായി ഓടേണ്ടി വരുന്ന അച്ഛൻ. അതിനേക്കാൾ ദുഃഖം രക്തം വാർന്നൊഴുകുന്ന മുത്തശ്ശിയെ എടുത്ത് ഓടേണ്ടി വരുന്ന പേരക്കുട്ടി. ബാക്കി പറയണ്ടല്ലോ. അഭയാർത്ഥികളായി ദില്ലിയിലും ഹരിയാനയിലും കിടക്കേണ്ടി വന്നു. അതിന്റെ ഒരു 6-7 കൊല്ലം മുമ്പാണ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കശ്യപ പ്രജാപതിയുടെ നാടായത്. ഇത് ശാക്തേയത്തിന്റെയും ശൈവ സിദ്ധാന്തത്തിന്റെയും ശൈവതന്ത്രത്തിന്റെയും നാടാണ്, ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞവര് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെയാണ് മനുഷ്യനെ വിഭജിക്കുന്ന, പണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞെങ്കിൽ കറുപ്പ് കഴിച്ചാൽ മനുഷ്യൻ വലിയൊരു ഉപദ്രവമൊന്നും ചെയ്യാണ്ട് എവിടെയെങ്കിലും കൂനിക്കൂടി കിടക്കുകയുള്ളൂ. ഒരു പ്രശ്നവും കറുപ്പുകൊണ്ടില്ല. മറിച്ച് ഇന്ന് മതം മനുഷ്യനെ, സഹോദരനെ തിരിച്ചറിയാൻ സമ്മതിക്കാത്ത, അക്രമോത്സുകനാക്കുന്ന, ഹിംസയുടെ മയക്കുമരുന്നാണ്, അല്ലാതെ ഒപ്പിയമല്ല.
ഇതെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഇതിന്റെ വ്യാപകന്മാർ പരസ്പര ബന്ധത്തോടുകൂടി ഒത്തുകൂടുന്നു. ഈ സ്ഥിതിയിൽ ബംഗ്ലാദേശിൽ നിത്യവും ഹിംസിക്കപ്പെടുന്ന, ധ്വംസിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒത്തുചേരട്ടെ. അതേ ശക്തികൾ എല്ലായിടത്തും ശക്തമാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതലായിട്ട് ദീർഘമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് 25 സെക്കൻഡോളം അധികം എടുത്തിട്ടുണ്ട്. സാരമില്ല, ഏതായാലും തൽക്കാലം ഉപസംഹരിക്കുന്നു. കാര്യമാത്ര പ്രസക്തമായ ചർച്ചകൾ ഉണ്ടാവട്ടെ, സമൂഹ മനസ്സിനെ അത് സ്വാധീനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നേരത്തെ ഇവിടെ എത്തിച്ചേർന്നവരോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. 7 മണിക്ക് നമുക്കൊരു ക്ലാസ് ഉള്ളതാണ് മാത്തറ. അതുകൊണ്ട് വേദിയുടെ ഔചിത്യം പാലിക്കാതെ ഇപ്പോൾ പോവാതെ നിർവാഹമില്ല. നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നതാവട്ടെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ. ഇവിടെ പൊളിറ്റിക്കൽ സയൻസിൽ അധ്യാപകനായ ഡോക്ടർ ജയപ്രസാദ് ജി വിഷയാവതരണം ചെയ്തു. ഇനിയും തദ്വിഷയത്തിൽ വളരെ വിദ്വാൻമാർ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ആരംഭത്തിലേ പറയട്ടെ, ദീർഘമായൊരു ഭാഷണത്തിന് മുതിരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്ന് മാത്രം. അങ്ങേയറ്റം ലോക മനസ്സിന് തന്നെ ഏറ്റവും വലിയ ദുഃഖം നൽകിക്കൊണ്ട് മനുഷ്യത്വത്തിന് എന്ന് പറയേണ്ട ആവശ്യമില്ല, ജീവഭാവം ഉൾക്കൊള്ളുന്ന ഒരു ജീവിക്കും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ന്യൂനപക്ഷ സമൂഹമെന്ന് പറയുന്നവരെ കൂട്ടമായി വേട്ടയാടുന്ന കാര്യക്രമം ദീർഘകാലമായി ബംഗ്ലാദേശിൽ നടക്കുന്നു. വെറും 6 ദശകങ്ങളെ കൊണ്ട് ജനസംഖ്യ, ഒരു രാഷ്ട്രത്തിൻ്റെ ജനസംഖ്യയുടെ ശതമാനമെടുക്കുമ്പോൾ പകുതിയിലധികം താഴുന്ന ഒരവസ്ഥയിലേക്ക് ഹിന്ദുക്കൾ എത്തിയെങ്കിൽ, ഇതിനേക്കാൾ കുത്തനെയുള്ള താഴ്ചയാണ് ക്രിസ്ത്യാനിയുടെ ജനസംഖ്യ എത്തിയെങ്കിൽ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം. കൂട്ടം കൂട്ടമായി ബലാത്സംഗത്തിന് വിധേയരാക്കപ്പെടുന്ന, സാമാന്യമായി ശത്രു മറ്റൊരു ശത്രുവെ കൊല്ലുന്ന രീതിയിലല്ല, മറിച്ച് വെട്ടിയും അടിച്ചും അവിടെ ഇട്ട് രക്തം വാർന്ന് മരിക്കുന്ന അവസ്ഥയിൽ ആയിരക്കണക്കിന് പേര് ഓരോ വർഷവും കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം തുടർച്ചയായി നിലനിന്നത് നമുക്കറിയാം. ഈ ഒരു മനുഷ്യത്വ ധ്വംസനം, ഈ ഹിംസയുടെ ആധിക്യം, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 1947 അല്ലെങ്കിൽ 46 41 നിന്നാൽ മതി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ കാര്യങ്ങളാണ്, അതൊക്കെ രാജ്യാന്തര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. രാജ്യാന്തര ബന്ധത്തിനപ്പുറത്ത് അടിസ്ഥാന പ്രശ്നം എന്താണ്, അതാണ് നമ്മൾ അപഗ്രഥിക്കേണ്ടത്. ആ അടിസ്ഥാന പ്രശ്നം നമ്മൾ നോക്കുന്ന സമയത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാനും
മനുഷ്യ സമൂഹം മുഴുവൻ ഒന്നാണെന്ന സ്നേഹപൂർണമായ തിരിച്ചറിവ് ഉൾക്കൊള്ളാൻ സാധിക്കാതെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിക്കാനുള്ള മനോഭാവമാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമുക്കറിയാം, ഈ ഭാരതം ലോകത്തിൽ ഏറ്റവും വലിയ വൈജ്ഞാനിക സ്രോതസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വ്യവസായങ്ങളുടെയും കയറ്റുമതിയുടെയും എല്ലാം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും സമ്പന്നത നിലനിന്ന പ്രദേശമാണ് ഭാരതം. അത് സാംസ്കാരിക സമ്പന്നതയായാലും ഇനി വിദ്യാഭ്യാസ കലാമേഖലയിലായാലും കാർഷിക വ്യാവസായിക മേഖലകളിലായാലും അഭൂതപൂർവമായ സമ്പന്നതയുടെ വിളഭൂമിയാണ് ഭാരതം. ഈ ഭാരതത്തിലേക്ക് ഓരോ പ്രദേശത്തു നിന്നും മതപീഡനങ്ങളേറ്റ് ജനവിഭാഗങ്ങൾ വന്നു ചേർന്നപ്പോൾ മറ്റൊരു ഭാഗത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യൂറോപ്പിൽ നിന്ന് കുടിയേറിയവർ വന്നു ചേർന്നപ്പോൾ തൻ്റെ മടിത്തട്ടിലേക്ക് ഇരുത്തി സമാശ്ലേഷിച്ച് തൻ്റെ മക്കളായി എല്ലാവരെയും സ്വീകരിച്ചതാണ് ഭാരതാംബ. ഈ ചരിത്രം നമുക്കറിയാം. അതറിയുന്നവരും ഓർമ്മിക്കുന്നവരും ഇന്നുമുണ്ട്. കഴിഞ്ഞ 8-9 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം, നമ്മളൊരു യഹൂദ ദേവാലയത്തിൽ പോയ സമയത്ത്, യൂറോപ്പിലാണ്, അവിടുത്തെ പ്രധാന പുരോഹിതൻ അങ്ങ് ഭാരതത്തിൽ നിന്നല്ലേ എന്ന് ചോദിച്ചു. ഇന്ത്യ എന്നാണ് അദ്ദേഹം വാക്കുപയോഗിച്ചത്. ഞാൻ അതെ എന്ന് പറഞ്ഞു. ഭാരതത്തിൽ എവിടെയാണ്? നമ്മൾ പല സ്ഥലങ്ങളിൽ ആശ്രമമുണ്ടെങ്കിലും പ്രധാന പ്രവർത്തന കേന്ദ്രം കേരളമാണ്. അദ്ദേഹം ചോദിച്ചു, നമുക്കൊരു 10 മിനിറ്റ് സംസാരിക്കാൻ സമയം അനുവദിക്കാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് 10 അല്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, തീർത്തും വൈകാരികമായ ഭാവത്തോടു കൂടി, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഞങ്ങളുടെ പൂർവികർ കുടിയേറിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു കുടുംബമായി സ്വന്തം മക്കളെപ്പോലെ ഞങ്ങളെ സ്വീകരിച്ച ഒറ്റ രാഷ്ട്രമേ ഉള്ളൂ, അത് ഭാരതമാണ്. അവിടുന്നാണ് അങ്ങ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഔപചാരികതയുടെ ഒരു ഭാവവും ഇല്ല. ഹൃദയത്തു നിന്ന് വരുന്ന വാക്കുകളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അല്പം വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ടാണ് പിരിഞ്ഞത്. ഇത് കഥ പറയുന്നതല്ല. ഇത് കേവലം യഹൂദ സമൂഹത്തിൻ്റെ മാത്രം അനുഭവമല്ല. ആര് ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ടോ അവരെ മുഴുവൻ സ്വന്തം മക്കളായി കണക്കാക്കി സ്വീകരിച്ചതാണ് ഭാരതാംബ. അതുകൊണ്ട് തന്നെ ഇവിടെ മതകലഹങ്ങൾ ഉണ്ടായിട്ടില്ല. ആദ്യമായി ഭാരതത്തിൽ മതകലഹമുണ്ടാവുന്നത്, വർഗീയ കലാപമുണ്ടാകുന്നത് 1498-ലാണ്. 1498 വരെ ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. ആ വർഗീയ കലാപം നടന്ന പ്രദേശം കോഴിക്കോടാണെന്നും ഓർമ്മിക്കുക. അത് കച്ചവടവുമായി ബന്ധപ്പെട്ട് അറബികളോടുള്ള കച്ചവട ബന്ധം നിർത്തണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ട, അത് സമ്മതിക്കാതിരുന്ന സാഹചര്യത്തിൽ ഉണ്ടായ കലാപമാണെന്നും മറ്റും നമുക്കെല്ലാം അറിയുന്നതാണ്. അതിലേക്കൊന്നും ഇപ്പോൾ വിസ്തരിച്ചു പോകുന്നില്ല. പക്ഷേ ഈ ഭാരതത്തിൽ കുടിയേറിയ എല്ലാവരും തന്നെ, അത് ഇസ്ലാമിക സമൂഹമായാലും ക്രിസ്തീയ സമൂഹമായാലും യഹൂദ സമൂഹമായാലും, ഭാരതത്തിൻ്റെ ഹൃദയവുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ജീവിച്ചത്. ഒരു സന്ദേഹമില്ലാതെ നമുക്ക് കാണാൻ പറ്റും. ഈസ്റ്റേൺ സഭകളുടെയൊക്കെ ഉത്പത്തി, സുന്നഹദോസിൻ്റെ കാരണമായ സാംസ്കാരിക പശ്ചാത്തലം എല്ലാം പരിഗണിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ഇവിടെ ഒരു സമൂഹമായിട്ടാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും യഹൂദനും എല്ലാം ഇവിടെ കഴിഞ്ഞത്. കാരണം എല്ലാത്തിനെയും തന്നിലേക്ക് ആത്മസാത്കരിക്കാനുള്ള ഭാവം ഈ ഭാരതത്തിനുള്ളതാണ്. അത് ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത സമയത്ത്, പ്രധാന പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഹൗസ് അറസ്റ്റിലായിരുന്ന സമയത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്കുലർ എന്ന് പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തത് കൊണ്ടുണ്ടായതല്ല. മറിച്ച്
അത് ഭാരതത്തിൻ്റെ ഹൃദയമാണ്. അമൃതസ്യ പുത്ര എന്ന് ഭാരതീയരെ അല്ല വേദം വിളിച്ചത്, വിശ്വേ അമൃതസ്യ പുത്ര എന്നാണ്. എത്ര വിശ്വം ഭവത്തി ഏക നീടമെന്ന് പറഞ്ഞത് പിൽക്കാലത്തുള്ള കൃതിയല്ല, മറിച്ച് യജുർവേദ സംഹിതയാണ്. ഉദാരചരിതാനാം വസുധൈവ കുടുംബകമെന്ന് തലമുറകൾ തലമുറകൾ പകർന്നു തന്ന അറിവാണ്. പക്ഷേ ക്രമേണ എന്ത് സംഭവിച്ചു? ക്രമേണ സംഭവിച്ചത് നമുക്കറിയാം. ഒരു ഭാഗത്ത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഒന്ന് കൊള്ളയടിക്കാൻ വേണ്ടി, രണ്ട് സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഇസ്ലാമിക ഭരണാധികാരികൾ കുടിയേറി. അതുവരെ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ഒന്നായി കഴിഞ്ഞിരുന്ന പ്രദേശത്തേക്ക് ഒന്ന് കൊള്ളയടിക്കാൻ വേണ്ടി, രണ്ട് ഭരണ സ്ഥാപനത്തിന് വേണ്ടി ഇസ്ലാമിക രാജാക്കന്മാർ വന്നതോടുകൂടി പതുക്കെ 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 ഇവിടെയുള്ള സമൂഹത്തിനുള്ളിലും ഛിദ്രത ആരംഭിച്ചു. ഇത് കേരളത്തിലോ തമിഴ്നാട്ടിലോ സ്പഷ്ടമല്ല. പക്ഷേ ഉത്തരഭാരതത്തിൽ പോയി കഴിഞ്ഞാൽ, മധ്യഭാരതത്തിൽ പോയി കഴിഞ്ഞാൽ തകർക്കപ്പെട്ട ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് മതം മനുഷ്യനെ വിഭജിക്കുന്ന അവസ്ഥ ഭാരതത്തിലും വന്നു. ഇനി ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർത്തും ആരാധനാക്രമങ്ങളെല്ലാം തന്നെ ഭാരതീയമായ രീതിയിലും ജീവിതത്തിന് അനുസൃതമായും പോയിക്കൊണ്ടിരുന്ന ഇവിടെ പോർച്ചുഗീസുകാർ ഗോവയിലേക്ക് വന്ന് അവിടുത്തെ ഭരണസ്ഥാപനത്തിന് ശേഷം ക്രമേണ ലോകം കണ്ട ഏറ്റവും വലിയ ഇൻക്വിസിഷൻ, സ്പാനിഷ് ഇൻക്വിസിഷൻ കഴിഞ്ഞാൽ നമ്മൾ ഗോവ ഇൻക്വിസിഷൻ ആണല്ലോ പറയേണ്ടത്. ആ ഇൻക്വിസിഷന് ശേഷമുള്ള കാലയളവിൽ ഇതേ രീതിയിൽ ദക്ഷിണ ഭാരതത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ വാർത്തെടുക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് പോർച്ചുഗീസ് ബിഷപ്പ് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നതും ഇവിടെ സുന്നഹദോസിന്റെ ആരംഭം വന്നതും ഈ ഭാരതവും ഇഴുകിച്ചേർന്ന ഒരവസ്ഥയിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹം യൂറോപ്യൻ ജീവിതക്രമത്തിലേക്ക് മാറ്റപ്പെടുന്നതും. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. പിന്നീട് കൂനംകുരിശ് സത്യം ഒക്കെ അവിടേക്കൊക്കെ എത്തിച്ചേർന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ നമുക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതൊന്നും പ്രതിപാദിക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല. ഒന്നായി ഇഴുകിച്ചേർന്ന് കഴിഞ്ഞിരുന്നൊരു സമൂഹം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഒരു 5 നൂറ്റാണ്ട് പിന്നിലേക്ക് പോകുമ്പോൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രമാനുഗതമായി അത് വളർന്നു. അതിൽ ലോക രാജ്യക്രമങ്ങൾ, സാമ്പത്തിക സമവായങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ടാവാം. ദീർഘകാലമായി ഉണ്ടായ ഭാരതത്തിൻ്റെ അടിമത്വം, വൈദേശിക ഭരണത്തിൻ്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള തുടർച്ച അതിൽ പങ്കുവഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്തേ സംഭവിച്ചത്? 1941 ആവുമ്പോഴത്തേക്ക് സ്പഷ്ടമായി പുറത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം ആവശ്യപ്പെടാനുള്ള അവസ്ഥയിലേക്ക് ഇസ്ലാമിക സമൂഹം എത്തി. എന്ന് മാത്രമല്ല, എന്നെ വെട്ടിമുറിച്ചാലേ രാഷ്ട്രവിഭജനം സമ്മതിക്കൂ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇന്റഗ്രിറ്റി ഓഫ് അവർ ലീഡേഴ്സ്, അതുകൊണ്ട് വിഭജന പ്രമേയത്തെ അനുകൂലിക്കണമെന്ന് പബ്ലിക്കായി പറയേണ്ട ദുരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കാരണം നമ്മൾ ചരിത്രത്തിലെ പിന്നിലോട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ പ്രശ്നങ്ങളെ ഇന്നിന്റെ പ്രശ്നമായിട്ട് നമ്മൾ കാണും. പോരാ, എങ്ങനെയാണിത് സംഭവിച്ചത്? എന്തുകൊണ്ട് ഭാരതാംബയുടെ മക്കളായി വളർന്ന് ഒരു സമൂഹമായി ജീവിച്ചവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു രാഷ്ട്രം ആവശ്യപ്പെടാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ മതശക്തികൾക്ക് കഴിഞ്ഞു? ഈ ചോദ്യം ഇന്നും എന്നും പ്രസക്തമാണ്. കാരണം ആ ചിന്താധാരയും ആ പ്രവർത്തനവും ഇവിടെ സജീവമാണ് ഇന്നും. തുടർന്ന് നമുക്കറിയാം, ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം സപ്ത മോക്ഷ നദികളിൽ സിന്ധു ഒഴുകുന്നിടം മാറി പാകിസ്ഥാനായി. ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ആശയം പറയട്ടെ. ശക്തി ഉപാസനയുടെ കേന്ദ്രമായിരുന്ന ബംഗാളം
ഭാരതത്തിൽ ശക്തിപാസനയുടെ ഏറ്റവും പ്രധാന കേന്ദ്രം ഒന്ന് ബംഗാളവും മറ്റൊന്ന് കേരളവുമായിരുന്നു. ആ ബംഗാളത്തിൽ വ്യക്തമായി മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശക്തികളുടെ വർധനവ് ഒരു ഭാഗത്ത്, രണ്ട് വിഭജനത്തിലേക്ക് ബ്രിട്ടീഷുകാർ തന്നെ എത്തിച്ചേർന്ന അവസ്ഥാവിശേഷം. എന്തു തന്നെയായാലും ഈസ്റ്റ് ബംഗാൾ രൂപപ്പെട്ടു. ഈ ഈസ്റ്റ് ബംഗാൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന പാകിസ്ഥാനോട് ചേരുന്ന അവസ്ഥാവിശേഷം, അങ്ങനെ ഈസ്റ്റേൺ പാകിസ്ഥാൻ ആവുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടു. എത്ര ഭീകരമായൊരു സ്ഥിതിയാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം മാത്രമല്ല നടന്നത്, മറിച്ച് ആ വിഭജനം ഭാരതത്തിന്റെ ഭാഗമായി, ഭാരതത്തിന്റെ എല്ലാമായിരുന്ന പ്രദേശം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന അവസ്ഥാവിശേഷം. പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് രാഷ്ട്രീയപരമായ സാമൂഹ്യപരങ്ങളായ വിഷയങ്ങളാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് ഈസ്റ്റേൺ പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരുന്ന അവഗണന ഒരു ഭാഗത്ത്, കൂട്ടമായി തുടർച്ചയായി പാകിസ്ഥാൻ സൈനികരും മറ്റും ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ പാകിസ്ഥാൻ, ആ പേര് പറഞ്ഞു പോവുകയാണ്, ചെയ്ത ക്രൂരതകൾ, അതുകൊണ്ട് ഈസ്റ്റേൺ പാകിസ്ഥാനിലുണ്ടായ യാതനകൾ, ഇതിൽ സമർത്ഥമായി ഇടപെടാൻ ഭാരതത്തിന് കഴിഞ്ഞു. ആ സമർത്ഥമായ ഇടപെടലിന്റെ പരിണാമമാണല്ലോ ഈസ്റ്റേൺ പാകിസ്ഥാന്റെ വിമോചനം. അങ്ങനെ ഈസ്റ്റേൺ പാകിസ്ഥാന്റെ വിമോചനത്തിന് ശേഷം ബംഗ്ലാദേശ് ഉണ്ടായപ്പോൾ മതരാഷ്ട്രമല്ലാതെ ജനാധിപത്യ രീതിയിൽ അത് മുന്നോട്ട് പോകുമ്പോൾ ഏതാനും വർഷങ്ങളെ കൊണ്ട് നമ്മൾ കാണുന്നത് അത് അവിടെ വീണ്ടും കലുഷിതമായ സാമൂഹ്യ സാഹചര്യം ഉണ്ടാകുന്നു. ഭരണഘടനാ ഭേദഗതിയിലൂടെ മതരാഷ്ട്രമായി മാറുന്നു. ലോകം മുഴുവൻ വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമി, ഇവിടെ ജമായത്തെ ഇസ്ലാമി ഹിന്ദാണെങ്കിൽ അവിടെ ജമായത്തെ ഇസ്ലാമി ബംഗാള ആയിരിക്കാം, അപ്പുറത്ത് ജമായത്തെ ഇസ്ലാമി അമേരിക്ക ആയിരിക്കാം, അപ്പുറത്ത് ജമായത്തെ ഇസ്ലാമി വേറൊരു രാജ്യത്തിന്റെ പേരായിരിക്കാം. പക്ഷെ ഒറ്റ ലക്ഷ്യം വെച്ച് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമി അവിടെ ശക്തി പ്രാപിക്കുന്നു. ആയിരക്കണക്കിന് മുത്തശ്ശിമാരടക്കമടങ്ങുന്ന അമ്മമാര് ബലാത്സംഗങ്ങൾക്ക് വിധേയരാകുന്നു. നേരത്തെ പറഞ്ഞ പോലെ തുണ്ടമായി കൊല്ലപ്പെടുന്നു. ഇത് നിരന്തരം അവിടെ സംഭവിച്ചു. എത്രമാത്രം പീഡനങ്ങൾ, അചിന്ത്യമായ പീഡനങ്ങൾ. അവസാനം വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രക്ഷോഭത്തെ പുറമെ കാണിച്ചുകൊണ്ട് ജമായത്തെ ഇസ്ലാമി നമുക്കറിയാം ഭരണം കൈയടക്കി. ഇപ്പൊ പുതുതായി സംഭവിച്ചത് നമുക്കെല്ലാം അറിയുന്ന വിഷയങ്ങളാണ്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ വിഭജനത്തിന്റെ ശക്തികൾ ഏതെല്ലാം രീതിയിൽ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു, ആ പ്രവർത്തനം എത്രമാത്രം മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നു. ആ തരത്തില് അവിടുത്തെ ഡെമോഗ്രഫി തന്നെ മതപരമായ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്തു. മേഘാലയ, മിസോറാം, അതുപോലെ നാഗാലാൻഡ്, അതുപോലെ മണിപ്പൂർ, ഇത് ഏതാണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്റ്റേറ്റുകളായി മാറിയിട്ടുണ്ട്. അതുപോലെ അരുണാചൽ പ്രദേശ്. അപ്പൊ ത്രിപുര മാത്രമാണ് ചെറിയ വ്യത്യാസം അവിടെയുള്ളത്. കാരണം ത്രിപുര ഒരു ബംഗാളി സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്, അവിടെ ട്രൈബലും ബംഗാളികളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്ന ബംഗ്ലാദേശിലും കാണുന്നത്. അപ്പം ബംഗ്ലാദേശിൽ പല ഇൻട്രസ്റ്റുകൾ ഒരേ സമയം വർക്ക് ചെയ്തു. മണിപ്പൂരിൽ ഉണ്ടായതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിലും ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ആണ് നേരത്തെ കൊടുത്തിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള തലത്തിൽ ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി 30% സംവരണം പുനഃസ്ഥാപിക്കണമെന്നുള്ള കോടതി വിധി വരികയും അതിനെ തുടർന്നുള്ള വ്യാപകമായ വിദ്യാർത്ഥി സമരം എന്നുള്ള പേരിലുള്ള ലേബലിലുള്ള സമരം ഉണ്ടാകുകയും, അതായത് അവിടെയും ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമല്ല, മണിപ്പൂരിലെ പോലെ തന്നെ ബംഗ്ലാദേശ് ഗവൺമെന്റ് അതിന് എതിരായി അപ്പീൽ പോകാൻ തീരുമാനിക്കുകയും അതിന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അതിനുവേണ്ടി കാത്തു നിൽക്കാതെ തന്നെ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള അക്രമം നടക്കേണ്ടായി. അത് വളരെ സായുധമായ രീതിയിലുള്ള കലാപത്തിലേക്കും അത് എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കലാപമായി മാറുകയും ചെയ്തു. അപ്പൊ ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, മണിപ്പൂരിൽ എങ്ങനെയാണോ 24 അവർ കൊണ്ട് ഇത്രയും വലിയ സംഘർഷഭൂമിയാക്കിയത്, അതേപോലെ തന്നെയാണ് ഈ ബംഗ്ലാദേശിലും സംഘർഷമുണ്ടാകുന്നത്. അപ്പൊ ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടി അവിടുത്തെ അവാമി ലീഗാണ്. അവാമി ലീഗിനെ ആളുകളെ ആക്രമിക്കാം, സ്വാഭാവിക പൊളിറ്റിക്കലി
അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ കലാപം തുടങ്ങുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിന്റെ ഇരയാകുന്നത് ഹിന്ദു സമൂഹമാണ്. അപ്പൊ എന്തുകൊണ്ട് ഹിന്ദു സമൂഹം ഇവിടെ ഇരയാകുന്നു? കാരണം ഈ സംഘർഷത്തിലോ ഈ വിഷയത്തിലോ ഹിന്ദുക്കൾ ഒരു പാർട്ടിയല്ല. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ മുസ്ലിം ലീഗുണ്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ആ തരത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടൊരു സംഘടിത സമൂഹമില്ല, സംഘടനയില്ല. ഇപ്പൊ സനാതന ജാഗരണ മഞ്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്മയാദാസിന്റെ നേതൃത്വത്തിലൊക്കെ ചില മൂവ്മെന്റ് നടന്നൊന്നല്ല. അതിനൊന്നും ഒരു ജനകീയമായ ഒരു അടിത്തറയോ വോട്ട് ബാങ്കോ ഒന്നുമില്ല. വളരെയധികം ദുർബലമായ ജനസമൂഹത്തെ ദുർബലമായി നിൽക്കുന്ന ഒരു സംവിധാനം. അതിനകത്ത് ഇസ്കോണിന്റെ മൂവ്മെന്റ് കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുക. അപ്പം അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇതിലൊന്നും ഇടപെടുന്നവരല്ല. ശരിക്കും ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെ ഫിസിക്കൽ അവരുടെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇന്ന് അവിടുത്തെ ജനസംഖ്യയിൽ 8% താഴെ വന്ന ആ ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് വേട്ടയാടുന്നത് എന്നുള്ളത് നമ്മൾ ഈ ചരിത്രം ഞാൻ പറഞ്ഞത് 47 മുതലുള്ള 46 ഡയറക്റ്റ് ആക്ഷൻ ഡേ നടന്നത് മുതലുള്ള ഒരു തുടർച്ചയാണ് ഇപ്പം നടക്കുന്ന ക്രൂരതയും. അപ്പൊ ഇവിടെ ഈ സംഭവം നടക്കുന്നു. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, യൂനുസ് എന്ന് പറയുന്ന അദ്ദേഹം നോബൽ സമ്മാനം ലഭിച്ചു എന്നുള്ള ഒരു വളരെയധികം നമ്മുടെ ഈ ഇടതുപക്ഷ ലിബറൽ ചിന്താഗതിക്കാർ ഉയർത്തി കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹം ബേസിക്കലി ഒരു അമേരിക്കൻ ഏജന്റ് എന്നുള്ള തലത്തിൽ ഈ സ്പോൺസേഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം പോലും സ്പോൺസേഡ് ആയിട്ടുള്ളതാണ്. ആ തരത്തിൽ അദ്ദേഹം അവാമി ലീഗിന്റെ ഭരണത്തെ തുടക്കം മുതൽ എതിർക്കുക മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ അവാമി ലീഗിന്റെ ഭരണത്തിനെതിരായിട്ട് ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ ജനാഭിപ്രായം ഉയർത്തുന്നതിൽ വലിയ റോൾ അദ്ദേഹം വഹിക്കുന്നുണ്ടായിരുന്നു. അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് അദ്ദേഹം ഈ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ, ഞാൻ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ മാത്രമല്ല മറ്റ് ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെയും എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവിടുത്തെ ഷെയ്ഖ് ഹസീനയ്ക്ക് ബദലായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ആ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുകയും അതിന്റെ നേതൃത്വ രാഹിത്യവും മറ്റു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ഗ്യാപ്പും കൂടെ എടുത്തുകൊണ്ടാണ് ഈ മുഹമ്മദ് യൂനുസ് അവിടെ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഇത് ഒരു നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പൊ ഒരു ഇടക്കാല ഗവൺമെന്റ് വരുന്നു. ഇപ്പൊ നിങ്ങളറിയാം, ബംഗ്ലാദേശിലെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുന്നത് പോലെയാണ് ബംഗ്ലാദേശിലെ കലാപം നിന്നത്. യൂനിസ് അവിടെ ലാൻഡ് ചെയ്യുന്നു, കലാപം നിൽക്കുന്നു. യാതൊരു തരത്തിലും പിന്നീട് സംഘർഷം ഉണ്ടായിട്ടില്ല. പിന്നെ സംഘർഷം ഉണ്ടായത് ഹിന്ദുക്കളെ ആക്രമിക്കുക മാത്രമാണ് ഉണ്ടായത്. ബംഗ്ലാദേശിലെ സംഘർഷം എങ്ങനെയാണ് പെട്ടെന്ന് നിൽക്കുന്നത്? യൂനിസ് ആ തരത്തിലൊരു പൊളിറ്റിക്കൽ ഫിഗർ അല്ല. അപ്പൊ ഇത് ആഗോള ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഭാരതത്തെയും ഭാരതത്തിന്റെ അതോടൊപ്പം ചേർന്ന് നിന്ന ഒരു രാജ്യത്തെയും ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടിതമായ ഒരു ശ്രമത്തിന്റെ ഫലവത്തായ രീതിയിൽ, അത് വിജയകരമായ രീതിയിൽ നടപ്പാക്കിയതാണ് ബംഗ്ലാദേശിൽ. പക്ഷെ അതിൽ സ്വാഭാവികമായിട്ടും ഇന്റലിജൻസ് വീഴ്ച ആ ഗവൺമെന്റിനുണ്ടാകാം. ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ 15 വർഷം ബംഗ്ലാദേശിന് നൽകിയ സഹായത്തിന്റെ തുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം മേഖലകളാണ്. ഈ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, മാത്രമല്ല പവർ സെക്ടർ ഉൾപ്പെടെ സമസ്ത മേഖലയിലും ഭാരതത്തിൻ്റെതായ വലിയ സപ്പോർട്ട്, ലോൺ മാത്രമല്ല എല്ലാ തരത്തിലും ബംഗ്ലാദേശ് ഗവൺമെന്റിന് കൊടുത്ത ഏറ്റവും വലിയ സഹായം, അതുപോലെ വളരെ ഉദാരമായ സമീപനമാണ് ഇന്ത്യ സർക്കാർ ബംഗ്ലാദേശിനോട് കാണിച്ചത്. അത് മൻമോഹൻ സർക്കാരിൽ തുടങ്ങി നരേന്ദ്രമോദി സർക്കാർ വരുമ്പോഴത്തേക്കും നമ്മുടെ ആക്ടിവിസ്റ്റ് പോളിസി സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് ബംഗ്ലാദേശ് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യം എന്നുള്ള തരത്തിൽ നമ്മൾ സാർക്കിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ടൊരു ഇന്ത്യയുടെ പുതിയ ഒരു വിദേശ നയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്തായി വന്നതും അതിന്റെ ഭൗതികമായിട്ട് നമ്മളിപ്പോ ഇവിടെ കൽക്കട്ടയിൽ നിന്ന് അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്ന് ഡയറക്റ്റ് റോഡ് പണിയുന്നുണ്ട് ചെയ്യാണ് തായ്ലൻഡിലേക്ക്. ഏതാണ്ട് 70-80% വർക്ക് കഴിഞ്ഞിരുന്നു. ആ തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇതിന്റെ എല്ലാം തന്നെ ഗുണഭോക്താവും പങ്കാളിയുമാകാൻ ബംഗ്ലാദേശിനെ അനുവദിക്കുകയും അതുപോലെ ബംഗ്ലാദേശിന്റെ സമഗ്രമായ പുരോഗതിക്ക് നിങ്ങൾക്കറിയാം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ബംഗ്ലാദേശ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടായി. അപ്പം അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ പൊളിറ്റിക്കലായിട്ട് നമ്മൾ വളരെ ബോൾഡ് നിലപാടെടുത്തത്
ഷെയ്ഖ് ഹസീന മുമ്പ് 5 വർഷം അവിടെ 96 മുതൽ 2001 വരെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ബംഗ്ലാദേശ് രൂപീകരണം കഴിഞ്ഞ് 5 വർഷമാകുമ്പോഴത്തേക്കും ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവിനെ വധിക്കുകയും പിന്നെ ഭരണം വേറൊരു തരത്തിലേക്ക് പോവുകയും പിന്നീട് അത് ഇസ്ലാമിക സ്റ്റേറ്റ് ആയിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ മിലിറ്ററിയും മതവും ചേർന്ന് ഭരിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യവസ്ഥയാണ്. പക്ഷെ അത് ക്രമേണ ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിൽ ഷെയ്ഖ് ഹസീനയും അവാമി ലീഗിന് ഭാരതം കൊടുത്ത സംഭാവനയുമൊക്കെ അതിനകത്ത് വലിയ റോള് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ തരത്തിൽ ആ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അതിനൊരു തുടർച്ചയുണ്ടാകുന്ന 2009 ശേഷമാണ്. അപ്പോൾ 2019 തന്നെ യുദ്ധ കുറ്റവാളികളായിട്ട്, അതായത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂര പീഡനങ്ങൾക്ക് വിധേയമായ കൊലപാതകവും ബലാത്സംഗം, ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് സ്ത്രീകളെ ആണ് പാകിസ്ഥാൻ പട്ടാളം ക്രൂരമായി അവിടെ കൊല്ലുകയും ബലാത്സംഗത്തിന് വിധേയമായി. ഇതൊക്കെ റെക്കോർഡഡ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അപ്പൊ ആ സ്ഥലത്ത് 2-3 വർഷം നടത്തിയ ആ നരനായാട്ടിന്റെ ആ പശ്ചാത്തലത്തിൽ അതിന് ചുക്കാൻ പിടിച്ച ജമായത്തെ ഇസ്ലാമി, ആ ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ജമായത്തെ ഇസ്ലാമിയെ നിരോധിക്കുകയും അതിന്റെ പ്രമുഖ നേതാവിന് വധശിക്ഷ ഉൾപ്പെടെ അവരെ ബഹുഭൂരിഷ നേതാക്കളെയും ജയിലിലടക്കുകയും ചെയ്തു. അപ്പൊ ഈ ബംഗ്ലാദേശ് സംഘർഷത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ജമായത്തെ ഇസ്ലാമിയുടെ റോളാണ്. അപ്പൊ ജമായത്തെ ഇസ്ലാമിക്ക് പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ പുറത്തു വരാനും അതോടൊപ്പം തന്നെ ജയിലിലായ അവരുടെ എല്ലാ നേതാക്കളെയും യൂനുസിന്റെ സർക്കാർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ബംഗ്ലാദേശിൽ 3-4 താല്പര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇസ്ലാമിസ്റ്റ് ജമായത്തെ ഇസ്ലാമിയിലൂടെ വർക്ക് ചെയ്യുന്ന ഇസ്ലാമിസ്റ്റ് അജണ്ട ഒരു ഭാഗത്ത്, ചൈനയുടെ താല്പര്യം മറുഭാഗത്ത്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇത് ബൈഡന്റെ ഡെമോക്രാറ്റ്സിന്റെ ഡയറക്റ്റ് പിന്തുണയോടെയാണ് ബംഗ്ലാദേശിലെ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ആ തരത്തിൽ അവരുടെ താല്പര്യങ്ങൾ, അത് മറ്റ് തലത്തിലുള്ള മിഷണറി താല്പര്യങ്ങളും ഇതിന് സമാന്തരമായിട്ട് എടുത്തു പറയേണ്ടത്, ഒരു 2 മാസത്തിന് മുമ്പ് മിസോറാം മുഖ്യമന്ത്രി ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീന ഇതിനും വളരെ കുറച്ച് മുമ്പ് തന്നെ അവരും പ്രഖ്യാപിച്ചിരുന്നു അവരോട് ഒരു പ്രമുഖ വിദേശ നേതാവ് ഒരു ക്രിസ്ത്യൻ ലാൻഡ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്നുള്ള തരത്തിൽ. ആ തരത്തിൽ വ്യത്യസ്തമായ താല്പര്യങ്ങൾ ഒന്നിച്ച് അവിടെ വരികയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പൊതുവിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ഇപ്പം ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ UPA എന്ന് പറയുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ ഇന്ത്യ അലയൻസ് എന്നുള്ള സംവിധാനം, അത് ദേശീയ തലത്തിൽ BJPക്കെതിരാണ്. പക്ഷേ പ്രാദേശിക തലത്തിൽ വരുമ്പം ബംഗാളിൽ അവർ വർഗശത്രുക്കളാണ്, മാർക്സിസ്റ്റ് പാർട്ടിയും TMCയും അല്ലെങ്കിൽ കോൺഗ്രസും. കേരളത്തിൽ അവർ വർഗശത്രുക്കളാണ്. പല സംസ്ഥാനങ്ങളിലും വർഗശത്രുക്കളാണ്. പക്ഷേ ഡൽഹിയിൽ നരേന്ദ്രമോദിക്കെതിരായി വരുമ്പോൾ അവരെല്ലാവരും ഒന്നാണ്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും ഉണ്ടാകുന്നത്. അപ്പം ചൈനയുടെ താല്പര്യവും അമേരിക്കൻ ഡെമോക്രാറ്റ്സ് പിന്തുണയ്ക്കുന്ന, അതോടൊപ്പം തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും മറ്റ് അന്താരാഷ്ട്ര മിഷണറി ഏജൻസികളുടെ പിന്തുണയും അതിനാവശ്യമായ ബൗദ്ധിക പിന്തുണയും സാമ്പത്തിക സഹായവും സൈനിക സഹായവും. ഇപ്പം ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലും ജനങ്ങളുടെ കയ്യിൽ ഇത്രയധികം ആയുധങ്ങൾ എത്തുന്നില്ല. കാരണം ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള പഴയ ബർമ്മ അല്ലെങ്കിൽ മ്യാൻമാറും തമ്മിലുള്ള അതിർത്തി എന്ന് പറഞ്ഞാൽ ഇന്നും വളരെ ലൂസായിട്ടുള്ള അതിർത്തിയാണ്. മാത്രമല്ല മറ്റ് പല മേഖലകളിലും കൂടെ ആയുധം കടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ തകർക്കേണ്ട ആവശ്യം ജമായത്തെ ഇസ്ലാമിക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, അമേരിക്കയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 15 വർഷത്തെ ബംഗ്ലാദേശിന്റെ ഭരണകൂടം ഭാരതവുമായി ചേർന്ന് നിന്ന് വികസനോന്മുഖമായ ഒരു ബംഗ്ലാദേശ്, ഒരു വികസിത രാജ്യമായിട്ട് മുസ്ലിം ലോകത്തിന് തന്നെ മാതൃകയായി മാറുമായിരുന്ന ഒരു രാജ്യമായി ഉയർന്നു വരികയായിരുന്നു. അവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഭാരതത്തിന്റെ സപ്പോർട്ടോടെയാണ്, വലിയ വളർച്ചയാണ് ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കഴിഞ്ഞ 15 വർഷം കൊണ്ട് നേടിയത്. ആ തരത്തിൽ ബംഗ്ലാദേശിലുണ്ടായ മാറ്റങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഗൂഢാലോചന നടന്നത്. ഇതിലൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ സകല വിഘടനവാദ പ്രവർത്തനങ്ങൾ, അത് ഉൾഫ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോഡോ തീവ്രവാദികളായിക്കോട്ടെ, മിസോറാമിലെ ആണെങ്കിലും നാഗ കലാപകാരികൾ, അവരെല്ലാവർക്കും രാഷ്ട്രീയ അഭയവും അവരുടെ താവളവുമാണ് ബംഗ്ലാദേശ് 2009 വരെ. അപ്പൊ 2009 ശേഷം ഷെയ്ഖ് ഹസീനയുടെ നിലപാടുകൾ, വിശേഷിച്ച് 2014 ശേഷം ബംഗ്ലാദേശിന്റെ നിലപാടുകളിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു വിഘടനവാദ നേതാവിനും അഭയമരുളാൻ ബംഗ്ലാദേശിന് തയ്യാറായിട്ടില്ല കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ.
അതിനു മുമ്പ് തന്നെ മാറ്റം തുടങ്ങിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം നമ്മൾ 11 വർഷം ചെറുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഭാഗങ്ങൾ ആരും തന്നെ ഇന്ന് ബംഗ്ലാദേശിലില്ല. ഇപ്പോൾ ഉൾഫയുടെ ഫൗണ്ടർ ഉൾപ്പെടെയുള്ള ഒരു ചൈനയാണ് രാഷ്ട്രീയ അഭയം കൊടുത്തത്. പക്ഷേ ബംഗ്ലാദേശിൽ ഇന്ന് ആരുമില്ല. അപ്പൊ ആ തരത്തിൽ ബംഗ്ലാദേശിനെ സംരക്ഷിച്ചുകൊണ്ട് ഭാരതം ഡെവലപ്പ് ചെയ്യുകയും നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിന്റെ പാതയിൽ, ഞാൻ ഈ പ്രദേശങ്ങളിൽ നിരന്തരമായി എൻ്റെ നാക്കുമായി ബന്ധപ്പെട്ടിട്ട് അത് മേഘാലയയിലും ആസാമിലും അതുപോലെ അരുണാചൽ പ്രദേശിലും ഒക്കെ യാത്ര ചെയ്യാൻ കഴിഞ്ഞ ഒരു 7-8 യാത്രകൾ ഈ അടുത്ത കാലത്ത് തന്നെ നടത്തിയിരുന്നു. അപ്പം അവിടെ ഉണ്ടായ റോഡിന്റെ വികസനം, ഏറ്റവും വലിയ പാലം ഉൾപ്പെടെ കിഴക്കൻ ഭാഗത്ത് ഞാൻ അടുത്ത കാലത്ത് യാത്ര ചെയ്തതാണ് ഈ ആസാമിന് ബ്രഹ്മപുത്ര നദിയിൽ നിന്നുള്ളത്. അത് ആ തരത്തിലുണ്ടായ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇപ്പം മണിപ്പൂരിനെ കലാപഭൂമിയാക്കിയത്. അപ്പം മണിപ്പൂരിലുണ്ടായതുപോലത്തെ കലാപഭൂമിയാക്കി ബംഗ്ലാദേശിനെ മാറ്റി. അതായത് ഭാരതത്തിന്റെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ദേശ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ കൂടെ ഇതിനെ കാണും. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ കൊന്നൊടുക്കുന്നതിനേക്കാൾ ഉപരി അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഭാരതത്തിന്റെ ദേശീയ സുരക്ഷയുമായി ഈ വിഷയത്തിന്. അപ്പം ഭാരതം നേടിയ എല്ലാ നേട്ടങ്ങളെയും ഒരു ഭാഗത്ത് നിന്ന് തുരങ്കം വെക്കുന്നതിന് ബംഗ്ലാദേശ് ഒരു ആയുധമായി മാറുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ചൈനയാണ്. ഇപ്പൊ ചൈനീസ് ആയുധമാണ് മ്യാൻമാറിൽ. ഇപ്പം ഉദാഹരണത്തിന് മ്യാൻമാർ എന്നൊരു രാജ്യമേ അല്ല, അതൊരു ചൈനയുടെ കീഴിൽ, അതായത് ഇങ്ങനെ ഈ വിവിധ ഗ്രൂപ്പുകൾ ചേർന്ന് ഒരു രാജ്യമല്ലാതെ ഇങ്ങനെ തീവ്രവാദ ഈ മിലിറ്ററിയുടെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ചേർന്നാണ് ഇപ്പോൾ അവിടെ വിഘടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ബർമയിൽ എന്തുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇടപെടാൻ കഴിയാത്തത്? കാരണം ചൈന വീറ്റോ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും മ്യാൻമാറിനെ തകർത്ത് കഴിഞ്ഞു ചൈന. ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, നമ്മൾ ഇന്ത്യയുടെ സൗത്ത് ഏഷ്യയിലെ 8 രാജ്യങ്ങളുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവരുടെ ഒരു അടിമ രാജ്യമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ താലിബാൻ അധികാരത്തിൽ വന്നതോടെ ചൈനയുടെ കൈവശമായി. മാലദ്വീപ്സ് ചൈനയുടെ കൈവശമാണ്. ശ്രീലങ്ക ചൈനയുടെ ഒപ്പമാണ്. ഭൂട്ടാൻ ഒഴിച്ച് നേപ്പാൾ ആൾറെഡി ചൈനയുടെ ഭാഗമായി കഴിഞ്ഞു. UPA ഗവൺമെന്റിന്റെ സമയത്താണ് നേപ്പാൾ പൂർണ്ണമായിട്ടും ചൈനയ്ക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ബംഗ്ലാദേശ് ചൈനയ്ക്ക് ശക്തമായ സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിലും ഒരു പരിധിവരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട വടക്ക് കിഴക്കിന്റെ വികസനവും സുസ്ഥിരതയും അട്ടിമറിക്കപ്പെട്ട് ഒരു പരിധിവരെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ബംഗ്ലാദേശിലുണ്ടാകുന്ന ഏത് കലാപവും നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സ്വാധീനിക്കും. നമ്മളൊരു ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ലാൻഡാണ് നമ്മൾ നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള നമ്മുടെ ഇത് വരുന്നത്. അപ്പം ബംഗ്ലാദേശ് ഭാരതത്തിന് ബദലായ ശത്രുവായ ഒരു രാജ്യമായി മാറുന്നതോടെ ഭാരതം ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഒന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ ലഭിക്കും. അവർക്കാവശ്യമായ ആയുധ സഹായവും മറ്റ് സാമ്പത്തിക സഹായവും, അതുപോലെ തന്നെ അവർക്ക് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള പ്രദേശവുമായിട്ട് ബംഗ്ലാദേശ് വീണ്ടും മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബംഗ്ലാദേശിനെ, ഞാൻ എൻ്റെ സമയം കഴിഞ്ഞോന്നറിയില്ല, അപ്പോൾ ബംഗ്ലാദേശിനെ നമ്മൾ കാണേണ്ടത് ഭാരതത്തിന്റെ വിശാലമായ ദേശസുരക്ഷയും ഭാരതം നേടിയ സാമ്പത്തിക വികസനത്തെയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ വർഗീയപരമായ വിഘടനം ഉണ്ടാക്കിക്കൊണ്ട്, അത് ഭാരതത്തിലും അതിന്റെ അലകളുണ്ടാവാം. അപ്പം വർഗീയമായി നമ്മുടെ രാജ്യത്തും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ജമായത്തെ ഇസ്ലാമി, ഇസ്ലാമിസ്റ്റ് അച്ചുതണ്ട് ഒരു ഭാഗത്ത്, ചൈനയുടെ വിശാലമായ രാഷ്ട്രീയ താല്പര്യവും അവരുടെ പ്രാദേശികമായ താല്പര്യവും, ഭാരതം ഒരു സമ്പന്ന ശക്തിയായി വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളും, അതുപോലെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന, അമേരിക്ക എന്ന് പറയുന്നത് കേവലം ഒരു സ്റ്റേറ്റ് അല്ല, അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന് ബദലായിട്ട് ഒരുപാട് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് അമേരിക്കയെ നയിക്കുന്നുണ്ട്, അമേരിക്കയിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണകൂടം പറയുന്നത് മാത്രം ചെയ്യുന്നവരല്ല, ഇത് തമ്മിലൊരു നെക്സസ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ അമേരിക്കൻ യൂറോപ്യൻ താല്പര്യവും കൂടെ ഇവിടെ ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഈ ബംഗ്ലാദേശ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ തരത്തിൽ ആഗോള തലത്തിലുള്ള ജനരോഷം ഉയരണം. മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ വിഷയത്തിലും ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബംഗ്ലാദേശിൽ എന്റെ ഒരു അനാലിസിസിൽ ഡിപ്ലോമസി കൊണ്ട് ബംഗ്ലാദേശ് പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയില്ല. അത് ഇന്നലെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശിൽ പോയിട്ട് മറുപടി പറയുന്നത്, യൂനുസിന്റെ ഓരോ പ്രസ്താവനകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇപ്പൊ സുഭാഷിണി ഹൈദറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഹിന്ദുവിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അടുത്ത ദിവസം കാണുകയുണ്ടായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം പ്രോപ്പഗൻഡയാണ്.
ഇത് ഇന്ത്യ ബേസ്ഡ് പ്രോപ്പഗൻഡയാണ്. ബംഗ്ലാദേശിൽ വളരെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ വാർ ക്രിമിനൽസിനെ തുറന്നു വിട്ടുവെന്ന് പറയുന്നില്ല? അപ്പം ആ തരത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ സമീപനങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന് ബദലായിട്ട് ഒരു രാജ്യം എന്നുള്ള തലത്തിലേക്ക് മാത്രമായി അദ്ദേഹം മുന്നോട്ട് പോകുകയാണ്. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണോ കരുതിയിരുന്ന ആ എല്ലാ റിലേഷൻസിനെ, അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ ആണെങ്കിലും നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങളെ ആണെങ്കിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളും പല കരാറുകളും അദ്ദേഹം പുനർവിചിന്തനത്തിന് വിധേയമാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ പൗരന്മാർക്ക് അവിടെ നിലവിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും എടുത്തു കളഞ്ഞു. അപ്പോൾ ഏത് പാകിസ്ഥാനികൾക്ക് ഇപ്പോൾ ആൾറെഡി പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് അവര് നേപ്പാളിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശിലേക്ക് വരികയും ഇനി ബംഗ്ലാദേശ് താവളമാക്കിക്കൊണ്ട് പാകിസ്ഥാനേക്കാളും സുരക്ഷിതമായ ഒരു പ്രദേശമായി ബംഗ്ലാദേശ് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ സമാധാനത്തിന്റെ വഴികൾ മിനിമമാണ് എന്നാണ് എനിക്ക് ഇന്നലത്തെ വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനത്തിന് കിട്ടിയ തണുപ്പ് സ്വീകരണം കൊണ്ട് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതികരണങ്ങൾ മാത്രത്തിലാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിന് ഇസ്ലാമിസ്റ്റുകൾക്ക് ഒറ്റ ഭാഷയെ മനസ്സിലാവുകയുള്ളൂ, അത് ഫോഴ്സ് മാത്രമാണ്. ശക്തി മാത്രമേ അവർക്കറിയാവുള്ളൂ. നയതന്ത്രവും സ്നേഹവും മതസൗഹാർദ്ദവും അല്ലെങ്കിൽ മനുഷ്യാവകാശവും ഒന്നും ഇസ്ലാമിസ്റ്റുകൾക്ക് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചപോലെ 100% മുസ്ലിം സമൂഹം മാത്രമുള്ള രാജ്യങ്ങളാണ് സിറിയ ആണെങ്കിലും ലിബിയ ആണെങ്കിലും യമൻ ആണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല. ഇസ്ലാമിസ്റ്റുകൾക്ക് ആധിപത്യമുള്ള ഒരു സിസ്റ്റം വരുന്നതുവരെ ഇതെല്ലാം തുടരുകയും ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ബംഗ്ലാദേശിലെ ഭാരതത്തിന് തളയ്ക്കാൻ എളുപ്പമാണ്. കാരണം 2-3 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ബംഗ്ലാദേശും ഭാരതവും തമ്മിൽ ഏതാണ്ട് 4300 കിലോമീറ്റർ നീളമുള്ള ബോർഡറുണ്ട്. ചൈനയുമായിട്ട് നമുക്ക് 3500 പാകിസ്ഥാനുമായിട്ട് ഏതാണ്ട് 3300 കിലോമീറ്ററാണ് നമ്മുടെ അതിർത്തിയുടെ നീളം. പക്ഷേ ബംഗ്ലാദേശുമായിട്ട് 4300 കിലോമീറ്ററാണ് നമ്മുടെ വ്യാപ്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഈ നെഹ്റുവിയൻ സമാധാനത്തിന്റെ ഭാഷയൊന്നും ബംഗ്ലാദേശിൽ വിജയിക്കാൻ പോകുന്നില്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുക മാത്രമല്ല, ബംഗ്ലാദേശിനെ തന്നെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയത്തെ തന്നെ പൊളിച്ചെഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേണ്ടിവരും. എങ്ങനെയാണോ ഹിസ്ബുള്ളയെ ഇസ്രയേൽ കൈകാര്യം ചെയ്തത്, അതുപോലെ ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമിയെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിനാവശ്യമായിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണത്തിൽ, ഞാൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഒരു അധ്യാപകൻ എന്ന തലത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ ബംഗ്ലാദേശിൽ നയതന്ത്ര രംഗത്തൂടെ ഏതെങ്കിലും ഒരു പുരോഗതി ബംഗ്ലാദേശിലുണ്ടാവാൻ നിലവിലുള്ള യൂനൂസ് സർക്കാരിന് കഴിയില്ല. ഭാവിയിലും അത് തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മളൊരു ഇത്തരം കൂട്ടങ്ങളിലൂടെ നമ്മളുടെ ചർച്ചയിലൂടെ ഇതൊരു ബഹുജന അഭിപ്രായമായിട്ട് ഉയരണം. ഗവൺമെന്റും എടുത്തുചാടി ഒന്നും ചെയ്യുന്നത് ആരും കുറ്റപ്പെടുത്താതിരിക്കാനാണ് ശാന്തിദൂതുമായി ചെന്നത്. അപ്പം ശാന്തിദൂത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എന്താണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ സുരക്ഷയും ഭാരതത്തിന്റെ ജനജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കും. നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പുരോഗതി, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ മറ്റു ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ